നമ്മുടെ ഇനി അടുത്ത് പോകുന്ന ലൊക്കേഷനാണ് ഊട്ടിയിലെ റോസ് ഗാർഡൻ. ഇത് മസ്റ്റ് വിസിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ആയിരക്കണക്കിനുള്ള റോസാപ്പൂക്കളുടെ കൂട്ടമാണ് ആ ഗാർഡനിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. എൻട്രിയിൽ കയറുമ്പോൾ തന്നെ ടിക്കറ്റ് ഉണ്ട്. പെർ ഹെഡ് 100 റുപ്പീസാണ്. അത് പേ ചെയ്തിട്ട് വേണം നമ്മൾ കയറാൻ. ഏകദേശം 1 ഏക്കറിന് മുകളിൽ തന്നെ സ്ഥലങ്ങളുണ്ട് റോസ് ഗാർഡൻ്റെ ഉൾഭാഗമായി കാണാൻ വേണ്ടിയിട്ട്. അത്രമാത്രം ആൾക്കൂട്ടമാണ്. ഒന്നാമത് വെക്കേഷൻ ടൈമാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. റോസാപ്പൂവിൻ്റെ പല വെറൈറ്റിയും പല പല കളറും നമുക്കിത് കാണാം കേട്ടോ. ഊട്ടി പോയാൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ റോസ് ഗാർഡൻ. ഈ റോസാപ്പൂക്കളുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ വ്യൂവും ആ ഗാർഡനും അതിൻ്റെ നടുക്കിൽ കൂടെയുള്ള ആ വഴികളും എല്ലാം നമുക്ക് ആസ്വദിച്ച് പോവാം. എന്നെ വേറൊരു കാര്യം അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട്. വേറെ ഒന്നുമില്ല, അരയന്നങ്ങൾ, 2 അരയന്നങ്ങൾ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളത് ഫുൾ ഫ്ലവർ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫ്ലവർ വെച്ച് അരയന്നങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ ബേർഡിന് ഇത്തിരി ഒരാളുടെ പൊക്കത്തിനുള്ള വലുപ്പത്തിൽ തന്നെ അവർ ഫുള്ളായിട്ട് റോസാപ്പൂക്കൾ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാച്യൂസ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഓരോ റോസാപ്പൂക്കളുടെ പേരും വിവരങ്ങളും പേരും അതിൻ്റെ കുറച്ച് റോസാപ്പൂക്കളുടെ ഡീറ്റെയിൽസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പേര് മാത്രം തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഗാർഡനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എടുത്ത് പറയാനുള്ള കാര്യം ഒന്ന് തന്നെയാണ്. അതുമില്ലാണ്ട് ഇത് ഫുള്ള് റോസാപ്പൂ കൊണ്ടാണ്, വൈറ്റും റെഡും കലർന്ന പൂക്കൾ കൊണ്ട് മാത്രം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവിടെ പോയപ്പോൾ ഒരു മിഠായിയുടെ കവർ പോലും തറയിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത്രയും ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലത്തിന് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ ചെടികളും പലവർണ്ണ റോസാപ്പൂക്കളും അതുപോലെ തന്നെ ചെടികളുടെ ഒരു കലാരൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ മസ്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. കാണാൻ കണ്ണിന് കുളിർമയേകുന്ന ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് വാളണ്ടിയേഴ്സ് കാണാൻ പറ്റും. കാരണം അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ നമുക്കുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കുറേ വാളണ്ടിയേഴ്സ് ഇവിടെ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ റോസാപ്പൂക്കളെല്ലാം വാങ്ങാൻ പറ്റത്തില്ല. ജസ്റ്റ് നമുക്ക് കണ്ട് ആസ്വദിച്ച് പോവാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ എന്തുകൊണ്ടും നല്ല ഊട്ടിയിൽ വന്നാൽ നമ്മുടെ കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ റോസ് ഗാർഡൻ. ഒത്തിരി ആൾക്കാരാണ് ഈ വെക്കേഷൻ ടൈമിൽ ഇവിടെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ റോസ് ഗാർഡനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. വലിയൊരു വിശാലമായിട്ട് നടക്കാൻ പറ്റുന്നവർക്ക് ഒത്തിരി ദൂരം നടക്കാൻ പറ്റുന്ന ഒരു ദിവസം നമുക്കിവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്യാം. അത്രയ്ക്കുള്ള കാഴ്ചകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ
ഫ്രൂട്ടിൻ്റെ ഫെസ്റ്റും നടക്കുന്നുണ്ട്. ചെറിയ ഡ്രിങ്കിങ് ഗ്രാപ്സ് ജ്യൂസ് അങ്ങനത്തെ ഫ്രഷ് ജ്യൂസ് എല്ലാം കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെയും നമുക്ക് പോകാമെങ്കിൽ ആ ഭാഗത്തും ഒരു പേപ്പർ ഗ്ലാസ്സോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് തന്നെ വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ റോസ് ഗാർഡൻ. ഇങ്ങനെ പടർന്ന് നിവർന്ന് കിടക്കുന്ന ഒരു ഇത്രയും വലിയ ഗാർഡൻ, അതിനകത്ത് ഫുള്ള് റോസാപ്പൂക്കളും അതിൻ്റെ ഭംഗിയും നമുക്ക് ആസ്വദിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ റോസ് ഗാർഡൻ്റെ വിശേഷം കണ്ടുകൊണ്ട് തന്നെ അടുത്ത ബൊട്ടാനിക്കൽ ഗാർഡൻ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് നമ്മൾ മൂവ് ആകുകയാണ്. അടുത്ത മനോഹരമായ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം.